ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത മറ്റൊരു വാർത്തയായിരുന്നു കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവം. ഇപ്പം ഇതിന് പിന്നാലെ കുട്ടിയുടെ മാതാപിതാക്കളൊക്കെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഒടുവിൽ ഇപ്പോൾ ഈ സംഭവത്തിൽ ആരോപണ വിധേയരായ അധ്യാപകർക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നു. അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണ സമിതി രൂപീകരിച്ചു. വകുപ്പ് മേധാവിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത് വന്നിരുന്നു. HOD-യിൽ നിന്നും കടുത്ത മാനസിക പീഡനം നേരിട്ടു എന്നാണ് പിതാവ് ആരോപിച്ചത്. അവരെല്ലാവരും കൂടെ അവനെ കൊന്ന് പ്രിയമായി അവഹേളിച്ച് ജാതി കുറഞ്ഞവനെന്നും കറുത്തവനെന്നും പറഞ്ഞ് അവരെല്ലാവരും അവനെ കൊന്ന് കൊലവിളിച്ച് പുഴുത്തവനെന്നും പട്ടിയെന്നും നാറിയെന്നും വിദ്യാർത്ഥികളെ മുമ്പിട്ട് അവരെ എന്തിന് മാനസികമായി പീഡിപ്പിച്ച് കൊന്നവരെ ആ കോളേജിലേറെ എന്ത് നിയമ നടപടി എടുത്താലും അവർ പുറത്തു വരും. നിഖിൽ വിവരങ്ങളുമായിട്ടുണ്ട്. നിഖിൽ, കുട്ടിയുടെ കുടുംബം നമ്മൾ ഈ കേട്ടതുപോലെ തന്നെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്, പ്രത്യേകിച്ച് ഈ അധിക്ഷേപം നടത്തിയെന്നും അത് താങ്ങാനായില്ല എന്നുമുള്ള കാര്യങ്ങളൊക്കെ ഈ കുടുംബം അച്ഛനും അമ്മയും ഒക്കെ പറയുന്നുണ്ട്. അവരുടെ വിലാപം കണ്ടു നിൽക്കാൻ കഴിയുന്നതുമല്ല. ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു. എങ്ങനെയാണത്? സേതു, ഏതായാലും അതീവ ഗുരുതരമായ ആരോപണം തന്നെയാണ് ഈ നിതിൻ രാജിന്റെ കുടുംബം ഉന്നയിക്കുന്നത്. ആ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് കോളേജ് മാനേജ്മെന്റ് കടന്നിരിക്കുന്നത്. അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനം കോളേജ് മാനേജ്മെന്റ് എടുത്തിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ പോലീസിന്റെ അന്വേഷണവും വിശദമായി തന്നെ നടക്കുന്നുണ്ട്. കണ്ണൂരിലെത്തിയ ബന്ധുക്കൾ, നിതിൻ രാജിന്റെ വീട് തിരുവനന്തപുരത്താണ്. കണ്ണൂരിലെത്തിയ നിതിൻ രാജിന്റെ ബന്ധുക്കൾ ഇന്ന് ചക്കരക്കൽ പോലീസിൽ അവരുടെ പരാതി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതിയിലും വിശദമായി ഇക്കാര്യങ്ങൾ പറയുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ജാതി പറഞ്ഞുള്ള അധിക്ഷേപം ഉണ്ടായി ഈ HOD ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് എന്നും പറയുന്നുണ്ട്. ഒപ്പം പുഴുത്ത പട്ടി എന്നതുൾപ്പെടെ വിളിച്ചു, മാനസികമായി തളർത്തി തുടങ്ങിയ കാര്യങ്ങളും കുടുംബം ഈ പരാതിയിലും ആവർത്തിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനൊപ്പം ഈ സഹപാഠികളുടെ ഭാഗത്ത് നിന്ന് റാഗിംഗ് ഉണ്ടായി, സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് റാഗിംഗ് ഉണ്ടായി എന്നൊരു പരാതി കൂടി കുടുംബത്തിനുണ്ടായിരുന്നു. ഏതായാലും ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തുമെന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അഞ്ചരക്കണ്ടിയിലെ ഈ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ നിന്ന് ഇന്നലെ വൈകിട്ട് 3 മണിക്കാണ് 1ാം വർഷ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജ് താഴേക്ക് ചാടി ജീവനൊടുക്കുന്നത്. ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാവുന്നുണ്ട്. ഈ അധ്യാപകർക്കെതിരായ ആരോപണം ഗുരുതരമാണെന്നും അതിൽ കൃത്യമായ അന്വേഷണം നടത്തി നടപടി വേണമെന്നും SFI കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ നിഖിൽ, ശരി.